ഇതാരുടെ കണ്ടുപിടുത്തവാ? പ്രേമേട്ടൻ കണ്ടെന്നാ പറഞ്ഞത്. സുലോചനയോടാകുമ്പോ എനിക്ക് പറയാലോ. കഴിഞ്ഞ മാസം രാജേട്ടന്റെ അമ്മാവൻ വന്നപ്പോ ഒരു ബോട്ടിൽ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ മിലിറ്ററിയില്ല. കമ്പനിക്ക് വേണ്ടി ഒന്ന് കൂടാൻ പറഞ്ഞിട്ട് രാജേട്ടൻ ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. അവസാനം ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാ ശകലം കുടിച്ചത്. എന്നിട്ടെന്താ, അതപ്പ തന്നെ ഛർദ്ദിച്ചു. മദ്യത്തിന്റെ മണം തട്ടിയാ രാജേട്ടൻ നോക്കാനും വരും. രാധിക ഇത് അദ്ദേഹത്തോട് ചോദിക്കണ്ട. പ്രേമേട്ടന് ആള് തെറ്റിയതായിരിക്കും. ചോദിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് രാജേട്ടനെ മറച്ചു വെക്കാന്ന് പറഞ്ഞാ എനിക്കാ വിഷമം. ആ കുടിക്കേ. ഇന്ന് രാധയ്ക്ക് എന്ത് പറ്റി? ഒന്നും പറ്റില്ല. ഇന്ന് ഞാൻ തന്നെ കൊണ്ടുവന്ന് ആക്കണമെന്ന് മോന് നിർബന്ധം. അച്ഛൻ ഞങ്ങൾക്ക് ഇന്ന് ക്രയോൺസ് മേടിച്ചു തരും. ദീപു വന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് പടം വരയ്ക്കാം. ഡാഡി അതെനിക്ക് എപ്പോഴേ മേടിച്ചു തന്നു. അയ്യോടാ. മോൻ അതെടുത്തോണ്ട് പോയി ഈ ചേച്ചിമാരുടെ കൂടെ ഇരുന്ന് വരയ്ക്കണം കേട്ടോ. കോസ്കോപ്പിനും കോറക്സും തീർന്നു. പുതിയ സാമ്പിൾ ഒന്നും വന്നില്ലേ? വെറുതെ കിട്ടുന്നാന്ന് വിചാരിച്ച് എപ്പോഴും കൊടുക്കണ്ട. തരാൻ പ്രയാസമാണെങ്കിൽ അത് പറഞ്ഞാ പോരെ? അയ്യോ, അതുകൊണ്ടല്ല. മെഡിസിൻസ് അധികം കഴിച്ചാലും കുഴപ്പമാ. മിക്കതും ആന്റിബയോട്ടിക്സാ. രാധികയോട് പറഞ്ഞ ആവശ്യമുള്ളത് വാങ്ങിച്ചോളൂ. ഞാനിപ്പോ വരാം. സാറിന്റെ നേരത്തെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. മോൻ അറിയോ ഈ അങ്കിളിനെ? അറിയാം, ദുശാസനങ്ങളല്ലേ? അയ്യോ, ആന്റി വിളിക്കുന്നു കരുതി മോൻ അങ്ങനെ വിളിക്കാൻ പാടില്ല. മോൻ കോളേജിലാകുമ്പോ പഠിപ്പിക്കേണ്ട സാറല്ലേ? ഈ സാർ എന്നെ പഠിപ്പിക്കണ്ട, ഈ സാറ് തല്ലും. അവിടെ എപ്പോഴും ഈ വഴക്കും സംസാരമൊക്കെ കേട്ടിട്ടാ കുട്ടികൾ ഇതൊക്കെ പെട്ടെന്ന് കാച്ച് ചെയ്യുമല്ലോ. മോഞ്ചല് ഭയങ്കര കുസൃതിയാ. കുട്ടികൾ ഇത്തിരി ഓവർ സ്മാർട്ട് ആവുന്നത് നല്ലതാ. കറക്റ്റ്. മുതിർന്നവർ അത്രയ്ക്ക് അങ്ങോട്ട് ആകരുതെന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? ഞാനും ആ പക്ഷക്കാരനാ. പ്രത്യേകിച്ച് കോളേജ് ലെക്ചർ എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടെ ഡീസന്റ് ബിഹേവിയർ ആളുകൾ പ്രതീക്ഷിക്കും. എന്റെ ബിഹേവിയറിന് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നൊക്കെ പെണ്ണുങ്ങളോട് പറയുന്നത് ഭയങ്കര ചീപ്പാ. രാധിക ആയതുകൊണ്ട് അത് ഇഷ്യൂ ആക്കിയില്ല. മോക്ക് എന്നെ നന്നായിട്ട് അറിയാം. വേറൊരു പെണ്ണായിരുന്നെങ്കിൽ കുടുംബകലഹം ഉണ്ടാവാൻ ഇത് ധാരാളം മതി. ഓട്ടോ അങ്ങനെ അങ്ങ് പോകാതെ. ഈ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നവരൊക്കെ മദ്യപാനികളാണെന്ന് ഏത് പാഠപുസ്തകത്തിലാണ് സാറേ പറഞ്ഞിരിക്കുന്നത്? വേഗം പോടും. ഈ പരദൂഷണം കോളേജ് ലെക്ചറൊക്കെ ചേർന്നല്ല കേട്ടോ. ചെല്ല്. जयप्रकाश नारायण बिहार की ढाका जिले में सन 1945 में पैदा हुआ है. എന്നെ കാണാമെന്നും പറഞ്ഞ് സാറ് ജയപ്രകാശിനെ അയച്ചോന്നാണ് ഞാൻ വന്നതെന്ന്. 5ാം പാഠത്തിലെ ഹിന്ദി കേൾക്കാനല്ല തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്നാ 6ാം പാഠത്തിലെ പറയാം. ആജ് ഭാരത് കി യുവക് സർക്കാരി നൗകരിക്ക് പ്രതീക്ഷ കർത്തി ഹെ. എനിക്ക് മനസ്സിലായില്ല. സാർ എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. എന്നാ തയ്യാറായിക്കോ. കേവൽ ഉൽക്കാപ്പൂൽ കൈ ബർഖിര മൂർച്ഛായ മധുവോं को मकरंद सखाया किंतु असहा है जीवन में बेवकूफ. അയ്യോ, എനിക്കൊന്നും മനസ്സിലായില്ല. നാളെ മുതൽ താൻ ഈ കോളനി ജോലിക്ക് വരണ്ടാന്ന്. സാറിന് നല്ല മൂഡിലാണല്ലോ. എന്തു പറ്റി? തന്നെ പറഞ്ഞു വിടുന്നതിലുള്ള സന്തോഷം കൊണ്ടാ. തന്റെ തന്ത ഗൂർക്ക കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ ഇന്റർകാസ്റ്റ് ഗൂർക്കയായിട്ടും തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് ഇരുത്തിയത്. ആ സ്നേഹവും ബഹുമാനവും എനിക്ക് എപ്പോഴും സാറിനോടുണ്ടല്ലോ. പക്ഷെ കോളനിക്കാർക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പോയി. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ സിനിമാസ്കോപ്പ് പടം പോലെ ഷൈൻ ചെയ്തിരുന്ന ഞാൻ ഇപ്പൊ ഫംഗസ് ഏറിയ കാസറ്റ് പോലെ. നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് തന്നെ പറഞ്ഞു വിടുന്നത്. അതിനോട് എന്ത് സംഭവിച്ചു? കള്ളന്മാരുടെ ശല്യം പെരുകുന്നു. പട്ടാപ്പകല് കോളേജ് കുമാരിമാരുടെ ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നു. പിടിച്ചു പറിച്ചവനെ പിടിച്ചല്ലോ. അത് പോലീസല്ലേ. മാല പൊട്ടിച്ച കാര്യമേ അവൻ സമ്മതിച്ചിട്ടുള്ളൂ. ബാങ്ക് മാനേജറുടെ മതിലിയാടി കാര്യം ഏറ്റിട്ടില്ല. അത് പോലീസുകാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. ദോമാറിനാലും 2 പൂച്ചൂടെ പൂച്ചിരുന്നെങ്കിൽ അവൻ ഏറ്റനെ. പോലീസിനെ കൊണ്ട് കൊള്ളാത്ത സ്ഥിതിക്ക് ചോറിനെ ഞാൻ തന്നെ പിടിക്കാം. ചോറിനെ പിടിച്ച് താൻ ഉരുട്ടി വിഴുങ്ങും. എപ്പോ? കബ് കഹാ ക്യോं? തീൻമൂർത്തി ഭവൻ. സാർ എനിക്കൊരു 3 മാസം അവധി കൂടി തരണം. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഒരു 3 സാർ 3 മാസം അവധി കൂടി തരണം. എന്നിട്ടും പിടിച്ചില്ലെങ്കിലോ? പിന്നെ അങ്ങോട്ട് സമയം കിടക്കില്ലേ? ഇഷ്ടം പോലെ നീട്ടാമല്ലോ. സാധ്യമല്ല. ഹിന്ദി തീരെ അറിയാൻ പാടില്ലാത്ത ഒരു ഗൂർഖ എന്ന നിലയിൽ തനിക്ക് ഞാനൊരു 3 മാസത്തെ സമയം തരുന്നു. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ സിക്കന്ദർക്ക് മുക്കന്ദർ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഹാത്തി മേരാ സാത്തി. ദോസ്തി. കള്ളന്മാരെ പിടിക്കുന്ന കാസറ്റുള്ള വേണോ? കള്ളനെ പിടിക്കുന്ന കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങി. അത് ചുമ്മാ വെറുതെ വെച്ചാൽ മതി. അതിന്റെ പുറത്ത് മരുന്ന് വല്ലതും പുരട്ടണം. അല്ല, ചുമ്മാ ഇങ്ങനെ ഇട്ടാ മതി. കള്ളൻ തട്ടി വീണോളൂ. അച്ചൂസിക്ക് പോ. അയൽപക്കത്തുകാരൻ ഒരു ഉപദ്രവകാരിയാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടാവും. സതിയുടെ മാല പൊട്ടിച്ചതിന്റെ പേര് ഞാൻ പെറ്റീഷൻ കൊടുത്തപ്പോ അത് സാറിന് മാനസിക പ്രയാസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. ഓ, അത് സാരമില്ല.
മാനക്കേട് വരുത്തി വെച്ചിട്ട് മാപ്പ് പറയുന്ന അർത്ഥമില്ലെന്നറിയാം. എങ്കിലും പറയാ, ക്ഷമിക്കണം. അവൻ പഠിക്കുന്ന ചെറുക്കനല്ലേ, അതെങ്കിലും സാറിന് ഓർക്കാമായിരുന്നു. അതെ, ഓർക്കാമായിരുന്നു. തെറ്റായിപ്പോയി. ആ ഗ്യാങ്ങിൽ ഇവിടുത്തെ കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അളിയന്റെ കയ്യിലിരിപ്പും ശകലം മോശ. അതിന് മറ്റുള്ളവരുടെ പുറത്ത് പഴിയാറേണ്ട കാര്യമില്ലല്ലോ. മാല കിട്ടിയോ സാർ? കയ്യിൽ കിട്ടിയില്ല. അതിപ്പോ വെറും മാലയല്ലല്ലോ, തൊണ്ടിയല്ലേ, സമയമെടുക്കും. ആരാ പ്രതി? ഒരു ഇസ്മായില സിറ്റിയിലെ ഒരു ലോഡ്ജ് റൂമിൽ നിന്നാ പിടിച്ചത്. അയാളുടെ ബൈക്ക് എവിടുന്ന് മോഷ്ടിച്ചാ. എന്നാ എന്നെ ഇറങ്ങട്ടെ, വരട്ടെ. സുധിയല്ല മോഷ്ടിച്ചെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഓടാത്തതാണെങ്കിലും കാർ പോർച്ചിലൊരു കാറ് കിടക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്തസ്സുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലസ്ഥിതിക്ക് നമുക്കത് മുതലാകുമോ? ശരിയാ. വർദ്ധിച്ചു വരുന്ന പെട്രോൾ വില, റിപ്പയറിങ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഡിസ്പോസ് ചെയ്തിട്ട് ആ തുക ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന ബുദ്ധി, ഇൻട്രസ്റ്റ് വിത്ത് സുഖമായിട്ട് നമുക്ക് ടാക്സി യാത്ര ചെയ്യാലോ. സാറിന്റെ തിയറി ഒരു കണക്കിന് ശരിയാ. ഈ സേവിങ്സിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. രാജീവിന്റെ പ്രൈവറ്റ് ജോബ് ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം. സിറ്റിയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് കൊടുക്കാനുണ്ടെന്ന് കേട്ടു. നല്ല ബിസിനസ് ഉള്ള ഷോപ്പാ. അതൊന്ന് അപ്രോച്ച് ചെയ്താലോ എന്ന് വിചാരിക്കുക. മെഡിക്കൽ ഷോപ്പ് പ്രോഫിറ്റബിൾ ബിസിനസ്സാ. പ്രോഫിറ്റ് മാത്രം ഉദ്ദേശിച്ചല്ല. മിക്കവാറും ഞാൻ ഈ ടൂറിലായിരിക്കുന്നോണ്ട് രാധികക്ക് ബോറടിയാ. മോളെന്നോട് പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മളത് മനസ്സിലാക്കണ്ടേ. അതെടുത്തിരുന്നെങ്കിൽ മോൾക്കൊരു എൻഗേജ്മെന്റ് ആയനെ. ഷോപ്പിലൊക്കെ പോയിരിക്കാൻ രാധിക വില്ലിങ് ആകുമോ? മോൾ അതിലൊക്കെ ഇൻട്രസ്റ്റഡാ. പിന്നെ അത് ശരി. എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. പുതിയ സാരി മേടിച്ചോണ്ട് വരിക, പുറത്തു കൊണ്ടുപോവുക, ഐസ്ക്രീം മേടിച്ചു തരിക. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പ്രേമേട്ടന് ഇത് എന്തു പറ്റി? എന്തു പറ്റാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ സമയം കിട്ടുമ്പോഴല്ലേ പുറത്തിറങ്ങാൻ പറ്റൂ. നമ്മുടെ കാര്യത്തിനും സമയം കണ്ടെത്തണം. വീടിനകത്ത് അടച്ചിരുന്ന് മടുത്തു. മറ്റുള്ളൊരു ഭാര്യമാരുമായിട്ട് എന്നും പുറത്തു പോകുന്നില്ലേ? ആ രാധികയും അദ്ദേഹവും കൂടി മെനഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു. അന്നിവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി അദ്ദേഹത്തെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. അവര് ഫ്രണ്ട്സാ. അതിന് മമ്മൂട്ടിക്ക് മെഡിക്കൽ ഷോപ്പില്ലല്ലോ. അയാൾ വക്കീലായിരുന്നില്ലേ? അയ്യോ, ഫിലിം ഫീൽഡിലുള്ള മിക്കവരുമായിട്ട് രാജേട്ടൻ നല്ല പരിചയത്തിലാ. അവരുടെ വീട്ടിൽ 3-4 പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പ്രേമേട്ടനെ പോലെയല്ല, അദ്ദേഹത്തിന് നല്ല സോഷ്യൽ കോണ്ടാക്ട്സാ. രാജീവന്റെ എല്ലാ കോണ്ടാക്ട്സും രാധികയ്ക്ക് അറിയോ? പ്രേമേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം എന്താണെന്ന് പറ പ്രേമേട്ട. രാജീവന്റെയോ രാധികയുടെയോ അടുത്ത ബന്ധത്തിൽപ്പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ രാധിക പറഞ്ഞേനെ. ബന്ധുവാകാൻ സാധ്യതയില്ല. അല്ല, സംസാരവും പെരുമാറ്റവും ഒന്നും ആ രീതിയിലായിരുന്നില്ല. ആരുടെ കാര്യമാ പറയുന്നത്? ഇന്ന് സെക്കൻഡ് അവർ കഴിഞ്ഞപ്പോ കോളേജിന്റെ പിന്നിലുള്ള ഗേറ്റിൽ ഒരു പെൺകുട്ടി രാജീവന്റെ ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടു. സെക്കൻഡ് DCക്ക് പഠിക്കുന്ന കുട്ടിയാ. രാജീവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അവനൊരു ഇമ്മോറലാണെന്ന്. ഇപ്പോ കണ്ണി കാണുകയും ചെയ്തു. ഒരു പെൺകുട്ടി ബൈക്കിന് പിന്നിൽ വന്നിറങ്ങുന്നതിൽ എന്ത് ഇമ്മോറാലിറ്റിയാണുള്ളത്? ആ കുട്ടിക്ക് അദ്ദേഹം ലിഫ്റ്റ് കൊടുത്തതായിക്കൂടെ? അയ്യോ, അതല്ല സുലോചനെ. അവരുടെ ചിരിയും അടക്കിയുള്ള സംസാരവും അതേതായാലും മാന്യമായിട്ടുള്ള ഒരു ബന്ധമല്ല. ഒരാളെ ഇഷ്ടമല്ലെന്ന് വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പ്രേമേട്ടന് പണ്ടേയുള്ള സ്വഭാവ. മനസ്സിന് പിടിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ കൊണ്ടും വെറുപ്പിക്കും. കെട്ടി ഒരുക്കി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഐസ്ക്രീം മേടിച്ചു തന്നത് ഇതിനാണോ? സുലോചനെ, ഞാൻ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കഥയല്ലത്. പ്രേമേട്ടൻ ഇത്ര ചീപ്പാവരുത്. രാജേട്ടൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്ന് പറഞ്ഞ് രാധികയോട് ചോദിച്ചു ഞാൻ നാണം കെട്ടുപോയി. പാവം, ചില്ലറ മാറാൻ കയറിയതായിരുന്നു. സിഗരറ്റ് പോലും വലിക്കാത്ത മനുഷ്യനെ പറ്റി ഇല്ലായ്മ പറഞ്ഞ ദൈവകോപം കിട്ടും. അപ്പോൾ അവനൊരു കുടിയനാണെന്ന് നീ സമ്മതിക്കുന്നില്ല? ഇനി കുടിയനാണെന്ന് തന്നെ ഇരിക്കട്ടെ. കുടിച്ചാലും അദ്ദേഹം സ്മാർട്ടാണല്ലോ.